Hi friends, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു വ്യത്യസ്തമായ ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു റംസാൻ നോമ്പ് തുറ ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാവുന്നതാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ സാധനം എന്ന് വെച്ചാൽ ഒരു സോയ റോളാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് റംസാൻ നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ആദ്യം വേണ്ടത് സോയാ ബീൻസാണ്. ഇത് നമ്മൾ കുതിർത്ത് വെച്ചേക്കാണ്. ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷമാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് കോൺഫ്ലോറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്തത് വേണ്ടത് സവാളയാണ്. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി തൊലി കളഞ്ഞത്, കുറച്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് മുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് പാകത്തിന് നമ്മൾ എടുക്കുകയാണ്. നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയാബീൻസ് പാത്രത്തിലേക്ക് ഇടുകയാണ്. കാൽ കിലോ സോയാബീൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ അടുത്തത് സവാള ഇടയാണ്. നമ്മൾ ചെറിയ 2 സവാളയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഇഞ്ചിൻ്റെ ഒരു കഷ്ണം കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. 5-6 പച്ചമുളകും കൂടെ നമ്മൾ ഇടുകയാണ് ഇതിൻ്റെ. അടുത്തത് കുറച്ച് വെളുത്തുള്ളി നമ്മൾ ഇടുകയാണ്. നമ്മൾ ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല കൂട്ടി ചേർക്കാൻ പോവുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടു. ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ അടുത്തിടുന്നത്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് നമ്മൾ അടുത്തിടുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം മൊത്തത്തിൽ. അടുത്ത് നമ്മൾ കോൺഫ്ലോർ ഇടുകയാണ്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം. അടുപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി പാത്രം വയ്ക്കാം. പാത്രം ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോൾ ഇടാൻ പോവുകയാണ്. ഏകദേശം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിലോട്ടിടാം. നമ്മുടെ സോയ റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ കഴിച്ചു നോക്കാൻ വേണ്ടി 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. വളരെ ഡിഷാണ്, പൊളി. കിടിലം ഐറ്റമാണ്, അടിപൊളിയാണ്, നല്ല ക്രിസ്പിയാണ്. നോമ്പ് തുറക്കാൻ പറ്റിയൊരു ഡിഷാണ്. വളരെ നിസ്സാരമായി ചെറിയ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ശരി, ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ബൈ.